ഹായ് എവ്രി വൺ, വെൽക്കം ടു ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയോ? നിങ്ങൾക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കൊറോഷൻ, അല്ലേ? അപ്പോൾ നിങ്ങൾ ഈ പ്രീവിയസ് ഇയർ ഒക്കെ റെഫർ ചെയ്ത ആൾക്കാർ ഈ ഒരു വേർഡ് എന്തായാലും കണ്ടിട്ടുണ്ടാവും. കൊറോഷനെ പറ്റിയിട്ട് എല്ലാ ഇയറും തിരിച്ചും മറിച്ചും നമ്മൾ ക്വസ്റ്റ്യൻസ് കാണുന്നതാണ്. ഈ കഴിഞ്ഞ നമ്മളെ പബ്ലിക് എക്സാമിന്, ഈ കഴിഞ്ഞ ബാച്ചിന്റെ എക്സാമിന് പോലും നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഈ പ്രീവിയസ് ഇയർ റെഫർ ചെയ്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 3 ടെസ്റ്റ് ട്യൂബ്സ് തന്നിട്ട് അതിൽ നമ്മൾ നെയിലിൽ അഥവാ ആണിട്ടിട്ട് ഇതിലേതായിരിക്കും കൂടുതൽ കൊറോഷൻ ഉണ്ടാവുക അഥവാ തുരുമ്പ് പിടിച്ചിട്ടുണ്ടാവുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ തുരുമ്പ് പിടിക്കാത്ത ടെസ്റ്റ് ട്യൂബ് ഏത്, അതിന് എന്തുകൊണ്ടായിരിക്കും പിടിക്കാത്തത്, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ നമ്മൾ എന്താണ് കൊറോഷൻ, എങ്ങനെ കൊറോഷൻ തടയാം, ഓക്കെ, അത് നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ആയിട്ടും സബ്ജക്റ്റീവ് ആയിട്ടും നിങ്ങൾക്ക് ചോദിക്കുന്നതാണ്. എങ്ങനെ കൊറോഷൻ തടയാന്നുള്ള ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസിലും അതേപോലെ തന്നെ ഓപ്ഷൻസ് ആയിട്ടും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടും ഒക്കെ ചോദിക്കുന്നതാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ നമ്മൾ വളരെ എളുപ്പത്തിൽ ഓക്കെ ഈസി ആയിട്ട് എങ്ങനെ കൊറോഷനെ പറ്റി എഴുതാന്നാണ് മിസ് പറഞ്ഞു തരുന്നത്. അപ്പൊ കൊറോഷൻ എന്താണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടാവില്ല. നമ്മൾ ആര് കൊറോഷൻ എന്താ അഥവാ തുരുമ്പ് പിടിക്കുന്നത് എന്താന്നുള്ളത് അറിയാത്ത ആരും ഉണ്ടാവില്ല, അല്ലെ? നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാവും തുരുമ്പ് പിടിച്ച ജനവാതിലുകളൊക്കെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു തുരുമ്പ് പിടിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പൊ മിസ് ഈ ഫോട്ടോയിൽ കാണിച്ച പോലെ നിങ്ങൾ ഈ ഒരു സാധനം നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ ഈ ഒരു ഫോമില് ആണികളൊക്കെ തുരുമ്പ് പിടിച്ച് കുറെ കാലം നമ്മൾ വെക്കുമ്പോൾ ഒന്നും വേണ്ട, നമ്മൾ എന്താ പറയാ, നമ്മുടെ വീടിന്റെ ജനവാതില്, ഈ കടൽ തീരത്തുള്ള വീടുകളിലെ ജനവാതില് പെട്ടെന്ന് തുരുമ്പ് പിടിച്ചു പോകുന്നതും നമ്മൾ അല്ലാതെ താമസിക്കുന്ന ആൾക്കാരതോ അങ്ങനെ തുരുമ്പ് പിടിക്കാത്തതും ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കും കടൽ തീരത്തുള്ളവരത് മാത്രം തുരുമ്പ് പിടിക്കുന്നുണ്ടാവുക? നിങ്ങൾ എപ്പോഴേലും ആലോചിച്ചിട്ടുണ്ടോ? അതാണ് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത്. കൊറോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓക്സിജന്റെയും അതേപോലെ തന്നെ ഈർപ്പം എന്താണ്? ഹ്യൂമിഡിറ്റി, അല്ലെ? അല്ലെങ്കിൽ വേപ്പർ എന്നൊക്കെ പറയാം നമുക്ക്. ഓക്കെ, വെള്ളം ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? ഒബ്വിയസ്ലി അവിടെ ഈർപ്പം ഉണ്ടാവും. ഈ ഈർപ്പത്തിന്റെയും അതായത് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ വേപ്പറിന്റെയും അതേപോലെ തന്നെ ഓക്സിജന്റെയും പ്രസൻസ് കാരണം, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും ഉണ്ടായത് കാരണം നമ്മുടെ ഒരു ലോഹത്തിന്റെ സർഫസ്, ഓക്കെ, ആ ഒരു ലോഹത്തിന്റെ സർഫസിൽ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് നടക്കും. ഈ ഓക്സിഡേഷൻ നടക്കുന്നതിന്റെ കാരണമായിട്ടാണ് നമ്മൾ ഈ ഒരു തുരുമ്പ് പിടിക്കുന്നത്. ആസ് എ റിസൾട്ട് എന്താണ്? നമ്മുടെ ആ ഒരു മെറ്റൽ അഥവാ നമ്മുടെ ലോഹം നശിച്ചു പോകുന്ന പ്രോസസ്സിനെ നമ്മൾ കൊറോഷൻ എന്ന് പറയാം. അപ്പൊ എന്താണ്? ഒറ്റ വാക്കിലെങ്കിൽ ഒറ്റ ലൈനിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഓക്സിജന്റെയും അതേപോലെ തന്നെ വേപ്പർ അല്ലെങ്കിൽ ഈർപ്പത്തിന്റെയും ആ ഒരു പ്രസൻസ് കാരണം എന്താവുകയാണ്? നമ്മുടെ ആ ഒരു മെറ്റൽ സർഫസ് നശിച്ചു പോകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കൊറോഷൻ അഥവാ തുരുമ്പ് പിടിക്കുക എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ കടൽ തീരത്തുള്ള വീടുകളിൽ നമുക്കറിയാം എന്തായാലും അവിടെ അടുത്ത് കടലുണ്ട്, നല്ല രീതിയിൽ ഈർപ്പം കൂടുതൽ ഉള്ളതായിരിക്കും, അല്ലെ? ഈ ഈർപ്പം കൂടുതലുള്ള ഏരിയാസിലൊക്കെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു ഇരുമ്പ് എന്താവാൻ ചാൻസ് ഉണ്ട്? തുരുമ്പ് പിടിച്ചു പോവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അത്ര പെട്ടെന്നൊന്നും നമ്മുടെ വീടുകളിലൊന്നും അങ്ങനെ തുരുമ്പ് പിടിക്കൂല, ബിക്കോസ് അവിടെ ഹ്യൂമിഡിറ്റി കുറവാണ്. ഓക്കെ, അപ്പൊ എന്താണ് ശരിക്കും കൊറോഷന് നടക്കുന്നത്? നമ്മുടെ ഈ ഒരു മെറ്റൽ സർഫസിലെ മെറ്റൽ ഇപ്പൊ നമ്മൾ അയൺ വെച്ചിട്ടാണ് യൂഷ്വലി തുരുമ്പ് പറയുക, അതായത് ഇരുമ്പ്, അല്ലെ? അയണിനെ നമ്മൾ എന്താണ് എഫ് വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക, അയണിന്റെ സിമ്പൽ, അല്ലെ? ഈ ഒരു അയൺ അല്ലെങ്കിൽ ഇരുമ്പുമായിട്ട് നമ്മുടെ ഓക്സിജൻ റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഇരുമ്പ് Fe2+ സ്റ്റേറ്റിലേക്ക് പോകും. ഓക്കെ, Fe2+ സ്റ്റേറ്റിലേക്ക് പോകും. 2 ഇലക്ട്രോൺസിനെ കൊടുത്തിട്ട് അതെന്തായിട്ട് മാറും? Fe2+ അയോൺ ആയിട്ട് മാറും. അതിനുശേഷം വീണ്ടും ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഈ ഒരു Fe2+ എന്തായിട്ട് മാറും? Fe3+ ആയിട്ട് മാറും. ഈ ഒരു പ്രോസസ്സാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തുരുമ്പ് പിടിക്കുന്നതിന് കാരണമാവുന്നത്. അപ്പൊ എന്താണ്? ഓക്സിജനുമായിട്ട് നമ്മുടെ അയൺ റിയാക്ട് ചെയ്യുന്നു, Fe2+ ആവുന്നു, ലേറ്റർ അത് Fe3+ ആവുന്നു. സിമ്പിൾ. എന്തായി? തുരുമ്പ് പിടിച്ചു, പ്രോസസ്സ് കഴിഞ്ഞു. അപ്പൊ അവിടെ ഉണ്ടാവുന്ന തുരുമ്പ് എന്താന്ന് അറിയണ്ടേ? അല്ലെങ്കിൽ ഈ ഒരു ഫോട്ടോയിലൊക്കെ നിങ്ങൾ കാണുന്ന ഈ തുരുമ്പ് എന്താന്ന് അറിയണ്ടേ? അപ്പൊ അതിന്റെ ഫോർമുല നോട്ട് ചെയ്ത് വെക്കുക. Fe2O3.xH2O എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, അയണിന്റെ ഓക്സൈഡ് ആണ് ഫോം ചെയ്യുന്നത്, Fe2O3 ആണ് നമ്മൾ തുരുമ്പ് അഥവാ റസ്റ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ റിപ്പീറ്റ് അടിച്ച് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് റസ്റ്റ് അല്ലെങ്കിൽ എന്താണ് തുരുമ്പ് എന്നുള്ളത് നിങ്ങൾക്ക് റിപ്പീറ്റ് അടിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഇനി ആരും അത് തെറ്റിക്കരുത്. എന്താണ് Fe2O3.xH2O? XH2O എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ആ വെള്ളത്തിന്റെ പ്രസൻസ് ഉണ്ട് എന്ന് കാണിക്കാനാണ്. Fe2O3 ആണ് നമ്മുടെ തുരുമ്പ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. 3 ടെസ്റ്റ് ട്യൂബ്സ് ഉണ്ട്. ആദ്യത്തെ ടെസ്റ്റ് ട്യൂബിൽ എന്താണ്, ആ ഒരു ആണി കണ്ടോ നിങ്ങൾ, പകുതി വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ടാമത്തേലാണെന്നുണ്ടെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടറിൽ കംപ്ലീറ്റ് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ, മറ്റത് പകുതിയേ ഉള്ളൂ. മൂന്നാമത്തേലാണെന്നുണ്ടെങ്കിൽ എൻഹൈഡ്രസ് കാൽഷ്യം ക്ലോറൈഡിലാണ് ഇട്ട് വെച്ചത്. അപ്പൊ ഈ ഒരു ആണി നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, തുരുമ്പ് പിടിച്ചു കിടക്കുന്നത് ആരാ, ഈ ഒരു അല്ലെ ടെസ്റ്റ് ട്യൂബ് എ ആണ്. ടെസ്റ്റ് ട്യൂബ് എയിൽ തുരുമ്പ് പിടിക്കാനുള്ള കാരണം എന്തായിരിക്കും? ടെസ്റ്റ് ട്യൂബ് എയിൽ നമുക്ക് വെള്ളവുമുണ്ട്, അതേപോലെ തന്നെ നമുക്ക് ഓക്സിജന്റെ പ്രസൻസും ഉണ്ട്. ഇവർ രണ്ടുപേരും ഒരേപോലെ ഈ ഒരു ആണിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ആസ് എ റിസൾട്ട് ആ ആണി പെട്ടെന്ന് തന്നെ തുരുമ്പ് പിടിക്കും. ഇനി നമ്മൾ സൊല്യൂഷൻ ബി നോക്കുകയാണെന്ന് വിചാരിക്കുക. കംപ്ലീറ്റ് നമ്മുടെ ആണി വെള്ളത്തിന്റെ അകത്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ ഓക്സിജൻ വെള്ളത്തിന്റെ അകത്തേക്ക് കയറുന്നില്ല. ഓക്കെ, അപ്പൊ ആസ് എ റിസൾട്ട് നമുക്ക് അവിടെ വെള്ളത്തിന്റെ ഒരു വർക്ക് മാത്രമേ അതിന്റെ മുകളിൽ നടക്കുന്നുള്ളൂ. അപ്പൊ ഈ ഒരു ഏലുള്ള അത്ര പെട്ടെന്ന് എന്താവൂല, ബിയിലുള്ള ആണി തുരുമ്പ് പിടിക്കൂല. ഇനി നമ്മൾ സിയിൽ ആണിനെ നോക്കുക. സിന്റെ കാര്യം എന്താണെന്നറിയോ? സി ഇതെല്ലാം നമ്മൾ അടച്ചു വെച്ചതാട്ടോ. ഓക്കെ, അപ്പൊ സിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിൽ നമുക്ക് കാൽഷ്യം ക്ലോറൈഡ് പ്രസന്റ് ആണ്. കാൽഷ്യം ക്ലോറൈഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഈർപ്പം വലിച്ചെടുക്കുന്ന ഒരു കോമ്പൗണ്ട് ആണ്. അത് നോട്ട് ചെയ്ത് വെക്കുക. കാൽഷ്യം ക്ലോറൈഡ് CaCl2 നമുക്ക് ഈർപ്പം വലിച്ചെടുക്കുന്ന ഒരു കോമ്പൗണ്ട് ആണ്. അപ്പൊ എന്ത് ചെയ്യും, ആ ഒരു ടെസ്റ്റ് ട്യൂബിലുള്ള ഈർപ്പത്തിന്റെ കണ്ടന്റ് ഒക്കെ ഈ ഒരു കാൽഷ്യം ക്ലോറൈഡ് വലിച്ചെടുക്കും. അപ്പൊ ഈ ഒരു തുരുമ്പ് പിടിക്കാൻ അവിടെ കാര്യമായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ആസ് എ റിസൾട്ട് ഈ ഒരു സിയിലുള്ള ആണി എന്താവൂല, തുരുമ്പ് പിടിക്കൂല. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ടാണ് ആ ഒരു ടെസ്റ്റ് ട്യൂബ് സിയിലുള്ള ആ ഒരു ആ ഒരു ആണി തുരുമ്പ് പിടിക്കാത്തത്, അല്ലെങ്കിൽ അവിടെ എന്തോ ഒരു സാധനം അതിലുണ്ട്, എന്തായിരിക്കും അതിലുണ്ടാവുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അവിടെ ഉള്ളത് എൻഹൈഡ്രസ് കാൽഷ്യം ക്ലോറൈഡ്. എൻഹൈഡ്രസ് എടുത്ത് പറയണം, കാരണം വെള്ളത്തിന്റെ കണ്ടന്റ് ഇല്ലാത്ത കാൽഷ്യം ക്ലോറൈഡ് ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് പെട്ടെന്നൊന്ന് ഈ ഒരു തുരുമ്പ് പിടിക്കുന്നത് എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളത് നോക്കാം. ഹൗ ടു പ്രിവെന്റ് കൊറോഷൻ. അതിന് ആദ്യത്തെ മെത്തേഡ് എന്താ? പെയിന്റിങ്. നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമാണ് അല്ലെ. നമ്മളെല്ലാവരും വീട്ടിൽ നമ്മുടെ ജനവാതിലിൽ പെയിന്റ് അടിക്കും. അപ്പൊ എന്താ, നമുക്ക് ഒരു പരിധി വരെ നമുക്ക് കൊറോഷൻ ഇല്ലാതാക്കാം. സെക്കൻഡ് വൺ ഓയിലിംഗ് ആൻഡ് ഗ്രീസിങ്. എന്താണ്, നമ്മൾ ഈ പ്രത്യേകിച്ച് നമ്മുടെ ഈ വണ്ടീന്റെ ഒക്കെ ഓരോ പാർട്സ് ഉണ്ടാവില്ലേ, ഓട്ടോമൊബൈൽസിന്റെ പാർട്സിലൊക്കെ നമ്മൾ ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഗ്രീസ് ഒക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ എന്താക്കാൻ പറ്റും, തുരുമ്പ് പിടിക്കുന്നത് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ എലോയിങ്. എലോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കൂടുതൽ മെറ്റൽസിനെ നമ്മൾ മിക്സ് ചെയ്യുന്ന പ്രോസസ് ആണ് എലോയിങ്. അങ്ങനെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് കേട്ടിട്ടില്ലേ? എന്താണ് സ്റ്റെയിൻലെസ് സ്റ്റീല്? തുരുമ്പ് പിടിക്കാത്ത സ്റ്റീലിനാണ് നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്നത്. ഈ സ്റ്റീലൊക്കെ 2ഉം 3ഉം മെറ്റൽസ് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്റ്റീൽ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ഒരു എലോയിങ് എന്നുള്ള പ്രോസസ്സ് എന്താണ്, ഹെൽപ്ഫുൾ ആണ്. ലാസ്റ്റ് വൺ ഗാൽവനൈസേഷൻ ആണ്. ഗാൽവനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ അയണിന്റെ മുകളിൽ നമ്മൾ സിങ്ക് വെച്ചിട്ട് കോട്ട് ചെയ്യുന്ന ഒരു പെയിന്റിങ്ങിന് ഒരു വേറെ മെത്തേഡാന്ന് വേണമെങ്കിലും പറയാം. സിങ്ക് വെച്ച് കോട്ട് ചെയ്യുന്ന മെത്തേഡിന് നമ്മൾ ഗാൽവനൈസേഷൻ എന്ന് പറയുന്നു. അപ്പൊ കോട്ട് ചെയ്യുമ്പോൾ എന്താ, നമ്മൾ ഈ അയൺ അഥവാ ഇരുമ്പിനെ പ്രൊട്ടക്ട് ചെയ്യാം. ഈ അയണിന്റെ കൂടെ അല്ലേ ഉള്ളൂ ഈ ഒരു ഓക്സിഡേഷൻ നടക്കുക, സിങ്കുമായിട്ട് ഓക്സിഡേഷൻ നടക്കൂല. അപ്പൊ അതുകൊണ്ട് എന്താണ്, നമ്മൾ ഇങ്ങനെ ഓക്സിഡേഷൻ നടക്കാത്ത മെറ്റൽസ് വെച്ചിട്ട് ഓക്സിഡേഷൻ നടക്കുന്ന മെറ്റലിനെ നമ്മൾ കോട്ട് ചെയ്യും. അപ്പം അയണിനെ നമ്മൾ സിങ്ക് വെച്ച് കോട്ട് ചെയ്യുന്ന പ്രോസസ് ആണ് ഗാൽവനൈസേഷൻ. എല്ലാ മെറ്റൽ വെച്ചും കോട്ട് ചെയ്യുന്നതിനെ ഗാൽവനൈസേഷൻ എന്ന് പറയില്ല, അങ്ങനെ കോട്ട് ചെയ്യുക കേട്ടോ. പക്ഷെ ഗാൽവനൈസേഷൻ എന്താണ്, സിങ്ക് വെച്ച് കോട്ട് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? കൊറോഷൻ എന്താണ്, കൊറോഷൻ എങ്ങനെയാണ് വരുന്നത്, അതേപോലെ തന്നെ നമ്മൾ ആ ഒരു ടെസ്റ്റ് ട്യൂബിന്റെ ആ ഒരു സംഭവം പഠിച്ചു. അത് ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് വെക്കുക. എങ്ങനെ കൊറോഷൻ ഇല്ലാതാക്കാം എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഈസി അല്ലേ? അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം ഒക്കെ എഴുതുക. ഈ ടോപ്പിക്കിന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇനി തെറ്റിക്കരുത്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇതുപോലുള്ള കണ്ടന്റ്സ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.